മദ്രസാധ്യാപകരുടെ പരമാവധി ശമ്പളം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 30-40 കൊല്ലം അധ്യാപകനായിരിക്കുന്നവൻ്റെ പരമാവധി ശമ്പളം 10,000 രൂപയാണ്. 10,000 അവന് 4,000-ലാണ് തുടങ്ങുന്നത്. അത് ആരാ കൊടുക്കുന്നത്? അതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാരിൻ്റെ നയാ പൈസ ഇന്ന് വരെ ഈ 2,04,683 മദ്രസാധ്യാപകരിൽ ആരെ വേണമെങ്കിലും നമുക്ക് ചലഞ്ച് ചെയ്യാം. 5 പൈസ സർക്കാർ ഇന്ന് വരെ ശമ്പളം കൊടുത്തിട്ടില്ല. ആകെ കൊടുക്കുന്നത് ഈ ക്ഷേമനിധിയാണ്. അത് ഏത് തൊഴിലാളിക്കുള്ള അവകാശമാണ്. ഇതാണ് ശമ്പളത്തിൻ്റെ കണക്ക്. 25,000 രൂപ സർക്കാർ കൊടുക്കുന്നു. അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ. പിന്നെ അരിത്തമെറ്റിക്സ് ആണ്. ട്രൂത്ത് ഇല്ല. അതുവരെയുള്ള ഡാറ്റ കറക്റ്റാണ്. കേട്ടാൽ നമുക്ക് എണ്ണം കറക്റ്റാണ്. 25,000 എവിടുന്ന്? 25,000 കിട്ടുന്ന, ഞാൻ സാറിനോട് പറയാം, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേരുണ്ട്, എൻ്റെ നാട്ടിലൊരുപാട് പേരുണ്ട്, എല്ലാ വിഭാഗം മദ്രസയിലും ജോലി ചെയ്യുന്നവരുണ്ട്, എല്ലാ വിഭാഗം മദ്രസകളും നടത്തുന്നുണ്ട്. ഇവർക്ക് ഈ 5,000-6,000 രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ തന്നെ മദ്രസ കമ്മിറ്റികൾ പാടുപെടുക. കാരണം മദ്രസ കമ്മിറ്റികൾ വലിയ വരുമാനമുള്ളവർ കുറവാണ്. ടൗണിലൊക്കെ ഉള്ളവർക്ക് മദ്രസക്ക് വഖഫ് കെട്ടിടം ഉണ്ടാവും, അതിൻ്റെ വരുമാനം ഉണ്ടാവും. അല്ലാത്തത് കർഷക സമൂഹത്തിലൊക്കെ സാറിന് അറിയിക്കുക. എൻ്റെ വീട്ടിൽ, എൻ്റെ പറമ്പിൽ ഇപ്പോൾ ഞങ്ങൾക്ക് 1 ഏക്കർ പറമ്പുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 10-100 തെങ്ങുണ്ടെങ്കിൽ അതിനകത്ത് 2-3 പള്ളിക്ക് വെക്കും. അതാണ് വരുമാനം. അതാണ്. ഇപ്പോൾ പിന്നെ ഒരു കുട്ടികളൊക്കെ ഗൾഫിൽ പോകാൻ തുടങ്ങിയപ്പോൾ അവരൊരു വെൽഫെയർ സ്കീം, മാസത്തിലൊരു എമൗണ്ടൊക്കെ മഹല്ല് നിവാസികൾ കുറേശ്ശെ ഈ കൊടുക്കുന്ന സംഭാവന കൊണ്ടാണ് ഈ ശമ്പളം കൊടുക്കുന്നത്. ഈ അഷ്റഫ് മൗലവി എന്ന് പറയുന്ന പൊന്നാനിയിൽ എൻ്റെ ഒരു മദ്രസാധ്യാപകർക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന മുബരീദ് എന്നാണ് പറയാം, മുദരീബ്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യം, മാഷേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു, എങ്ങനെയാണ് ഈ ശമ്പളം കൊണ്ട് ഇത്ര തുച്ഛമായ ശമ്പളമുള്ളൂ? എല്ലാവരും പറയുന്നുണ്ട്, മുജാഹിദ്, സുന്നി, ജമാഅത്ത് ഇസ്ലാമി എല്ലാ അധ്യാപകരും ചെറിയ ശമ്പളമേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തൊക്കെ ആയാലും സാറേ, ഒന്ന് ഞങ്ങളൊക്കെ ഉപജീവനത്തിന് മറ്റു പണിക്ക് പോകും. രണ്ടാമത്തെ കാര്യം, എന്നാലും ഞങ്ങൾ ഈ പണി ഒഴിവാക്കില്ല. കാരണം ഇത് ദീനീ മാർഗത്തിൽ, ദൈവത്തിൻ്റെ മാർഗത്തിലുള്ള സേവനം കൂടിയാണല്ലോ. പിന്നെ എന്നോട് പറഞ്ഞു, മദ്രസാധ്യാപകർക്ക് ഈ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിലും മാഷേ ഒരു മദ്രസാധ്യാപകനും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്ന് പടച്ചോൻ തരുന്നത് കൊണ്ട് കഷ്ടിച്ച് ജീവിക്കാനുള്ള ഒരു മനസ്സാന്നിധ്യം, 2 ദൈവസഹായമാണല്ലോ, ദൈവത്തിനുള്ള സഹായമാണ്, സേവനമാണല്ലോ എന്നൊരു ബോധ്യം. ആ 2 കാര്യം കൊണ്ടാണ്.